ഫസൽ ഗഫൂർ, ഇവിടെ ഇത്തരം വാദക്കാർ പറഞ്ഞ ഏറ്റവും ശക്തമായ അഭിപ്രായ പ്രകടനം എന്തായിരുന്നു? അങ്ങ് കേട്ടല്ലോ, ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ ഷാബു പ്രസാദ് പറഞ്ഞത്. അതൊന്ന് മലയാളത്തിൽ പറയാമോ? അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നത് എന്തിനാണ്? അത് തർക്കസ്ഥലമാണ്, അല്ലെങ്കിൽ ഇന്ന കൂട്ടർ ഇന്നത് എന്ന് വിശ്വസിക്കുന്ന സ്ഥലമാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം എന്ന് എന്നെക്കൊണ്ട് പറയിക്കാനായിരുന്നു. അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ലളിതമായൊരു ചോദ്യം, സുന്നി വഖഫ് ബോർഡിന് സ്ഥലം കൊടുത്ത് അവിടെ എന്ത് നിർമ്മിക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്? അപ്പോൾ അതിൽ നിന്ന് തന്നെ ഈ പറയുന്ന ഈ ബാബറി മസ്ജിദ് നിലനിന്നു എന്നത് ഏത് രൂപത്തിലാണ് എന്നതേ പറ്റിയുള്ള ഒരു മനസ്സിലാക്കൽ സുപ്രീം കോടതിക്ക് ഉണ്ടായിരുന്നു എന്നാണല്ലോ. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സ്ഥാപനം അവിടെ തുടങ്ങാനായിരിക്കണമല്ലോ സ്വാഭാവികമായും നിർദ്ദേശിക്കുക. ഡോക്ടർ ഫസൽ ഗഫൂർ, അതെന്താ സംഭവം എന്ന് പറയാം, സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിമുകൾക്ക് പുണ്യമായിട്ടുള്ള 3 പള്ളികളുള്ളൂ. അതായത് മക്ക, മദീന, ജെറൂസലം അല്ലെങ്കിൽ ബൈത്തുൽ മുഖദ്ദിസ്, നമ്മൾ പറയുന്നത് ജെറൂസലം ഇപ്പോഴത്തെ പള്ളി. അതുകൊണ്ട് കോടതിയിൽ ഈ ചർച്ച പല ചർച്ചയും വരുമല്ലോ. പറഞ്ഞ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം രാമൻ ജനിച്ചത് ഇവിടെ ഈ നഗരത്തിലാണെന്നുള്ളൂ, അല്ലാതെ ഈ സ്പോട്ടിലല്ല അല്ലെങ്കിൽ ആണ് എന്നുള്ളതാണ് തർക്കം. അപ്പൊ നാച്ചുറലി അവരെടുത്തിട്ടുള്ള സമീപനം എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, കോടതി എടുത്ത സമീപനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അത് വേറൊരു പള്ളി ഇവർക്ക് കൊടുത്താൽ ഇവര് ഹാപ്പിയാവും. അത് ശരിയല്ലായിരുന്നു. ഡോക്ടർ, എന്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. അതിനാദ്യം മറുപടി പറയുക, എന്നിട്ട് അങ്ങ് അങ്ങയുടെ വാദം പൂർത്തിയാക്കിക്കോളൂ. അതായത് ഇവിടെ ഇവരുടെ നാളിതുവരെയുള്ള അവകാശവാദം അങ്ങ് തന്നെ ചർച്ച തുടങ്ങുമ്പോൾ പറയുകയുണ്ടായി, ബാബറി മസ്ജിദ് എന്ന് പറഞ്ഞാൽ ഇവരൊരു ക്ലെയിം അനുവദിച്ചു കൊടുക്കുന്നത് പോലെയാകും. അതുകൊണ്ട് ആ വാക്ക് തന്നെ അവർ ബോധപൂർവം ഉപേക്ഷിച്ചുകൊണ്ട് അവരൊരു പകരം ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ആ കെട്ടിടം, തർക്കമന്ദിരം, അങ്ങനെയൊക്കെ ആയിരുന്നു അത്, അല്ലേ? സുപ്രീം കോടതി പറഞ്ഞ എന്താണ്? സുന്നി വഖഫ് ബോർഡിന് സ്ഥലം അനുവദിക്കുക, അവിടെ മസ്ജിദ് പണിയാനുള്ള സ്ഥലം അനുവദിക്കുക എന്ന് പറയുമ്പോൾ കോടതിയുടെ ഈ കാര്യത്തിനകത്തുള്ള ധാർമ്മികമായ ബോധ്യം എന്താണ്? അതാദ്യം അങ്ങ് പറയൂ. അതെ, കോടതി അതിൽ അംഗീകരിക്കുന്നല്ലോ. കോടതി അംഗീകരിക്കുന്നത് മുസ്ലിം ടൈറ്റിൽ ഡീഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ മുസ്ലിമുകളുടെയാണ്. പക്ഷേ അവര് പറഞ്ഞ മാതിരി കുറച്ച് എവിഡൻസുകളൊക്കെ ഹിന്ദുക്കൾക്കായിട്ട് അനുകൂലമായിട്ടുണ്ട്. മാത്രമല്ല മറ്റൊരു ആരാധനാലയം തന്നെ നിർമ്മിക്കേണ്ടതുണ്ട് എന്നതാണ് ഈ പറയുന്ന സമവായമെങ്കിൽ ഒരർത്ഥത്തിൽ അതെന്താണ്? മുസ്ലിങ്ങളുടെ മതവും വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ് എന്ന് തന്നെയല്ലേ? അതല്ലാതെ ഒരു തർക്ക വിഷയം, അത് തീർപ്പാക്കപ്പെട്ടു, അതോടെ അസംഗതമാകുന്നു, അങ്ങനെയുള്ള തീർപ്പല്ലല്ലോ ആ വിധിന്യായത്തിന്റെ ഉള്ളടക്കം. അല്ല, വിധിന്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആ വിധിന്യായത്തിനെ ഒരു മര്യാദക്ക് അത് അംഗീകരിച്ചിട്ടുള്ളത്. അപ്പൊ അതായത് അയോധ്യയിൽ തന്നെ ഈ കോംപ്ലക്സിന്റെ ഉള്ളിൽ ആണെങ്കിൽ മനസ്സിലായില്ലേ, പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ അതിന് വളരെ തൊട്ടടുത്തൊരു സ്ഥലത്ത് ആണ് ഈ പള്ളി നിർമ്മിക്കേണ്ടത്. പക്ഷെ ഇപ്പൊ പള്ളി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വിജനമായിട്ടൊരു സ്ഥലത്ത് 25 കിലോമീറ്റർ അപ്പുറത്തെങ്ങാണ്ടാണ് പള്ളി വെച്ച് നിർമ്മിക്കാനായിട്ടുള്ള പരിപാടികൾ നടക്കുന്നത്. ഇപ്പോഴും ഒരു ഫണ്ട് അവർക്ക് കിട്ടിയിട്ടില്ല. അവർ ഫണ്ട് പിരിക്കാൻ നോക്കിയത് നടക്കുന്നില്ല. അതിന് കാരണം എന്താ വെച്ചാൽ ബഹുഭൂരിപക്ഷം മുസ്ലിമുകൾ പറയുന്നത് അങ്ങനെ ഒരു പിച്ചൊക്കെ കിട്ടിയിട്ടുള്ള ഒരു പള്ളി വേണ്ടെന്നാണ്. അപ്പൊ ഞാൻ തന്നെ ചാനൽ ചർച്ചയിൽ അന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് പിച്ചൊക്കെ തന്ന മാതിരി ഒരു സംഭവമാണ്, അതുകൊണ്ട് അത് ഞങ്ങൾക്ക് വേണ്ട, നമ്മൾ അംഗീകരിക്കുന്നു, വിധിയെ നമ്മൾ അംഗീകരിക്കുന്നു. അതിന് പകരമായിട്ട് ഒരു കോമ്പൻസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഞങ്ങൾക്ക് വേണ്ട. അതുകൊണ്ടാണ് ഇന്ത്യയിലെ മുസ്ലിമുകൾ ആരും കാര്യമായിട്ട് ഇപ്പം അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തത്. അവിടുത്തെ ഒരു ട്രസ്റ്റ് ഉണ്ട്, ആ ട്രസ്റ്റ് മറ്റേ വഖഫ് ബോർഡിന്റെയാണ്. ഞാൻ ആവർത്തിക്കുകയാണ്, സുന്നി വഖഫ് ബോർഡിന് സ്ഥലം അനുവദിച്ചുകൊണ്ട് അവിടെ ഒരു മസ്ജിദ് തന്നെ പണിയണം എന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ അതിന്റെ അർത്ഥം അത് ഒരു 3 നില മിനാരങ്ങൾ മാത്രമുള്ള കെട്ടിടമല്ല എന്നുകൂടിയാണല്ലോ. അതാണ് ഞാൻ ആവർത്തിച്ച് അങ്ങോട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഈ NCERTയുടെ ഈ പാഠപുസ്തകത്തിൽ അത് 3 താഴികക്കുടമുള്ളൊരു കെട്ടിടം എന്ന നിലയിൽ അല്ലല്ലോ പരാമർശിക്കപ്പെടേണ്ടത്. അല്ല, അത് ഞാൻ ആദ്യം പറഞ്ഞ കേട്ടില്ല. ആദ്യം ചരിത്രത്തെ മാറ്റി നിർത്തരുത്. അതായത് ബാബരി മസ്ജിദ് സമരം, അന്ന് നടന്നിട്ടുള്ള ബഹളങ്ങൾ, അതിനുശേഷം ഇത് പൊളിച്ചത്, പിന്നെ ഗോദ്രയിലെ സംഭവം, LK അദ്വാനി മറ്റേ കല്യാൺ സിംഗിന്റെ മന്ത്രിസഭയെ പുറത്താക്കിയത്, ഇങ്ങനെ ഇതൊരു വിശാലമായിട്ടുള്ള സംഭവമാണ്. അപ്പൊ NCERTയുടെ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ ഉള്ളിൽ 4 പേജ് ആദ്യം ഉണ്ടായിരുന്നിരുന്നു. കുറെ ഭാഗങ്ങൾ, ആദ്യത്തെ ഭാഗം ഏതാ മാറ്റിയെന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കോടതി വിധിയുടെ സത്ത എന്ന് പറയുന്നത്, ഈ പറയുന്ന ഹിന്ദുമത വിശ്വാസികൾക്ക് അവിടെ രാമക്ഷേത്രം വേണം എന്നതുപോലെ തന്നെ അത് മോദിയല്ല ഏൽപ്പിച്ചത്, ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിനെയാണ് ഏൽപ്പിച്ചത്. അതുപോലെ തന്നെ സുന്നി വഖഫ് ബോർഡിന് സ്ഥലം അനുവദിച്ചുകൊണ്ട് അവിടെ മസ്ജിദ് പണിയണമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ആ സത്ത ഉൾക്കൊള്ളുകയാണെങ്കിൽ NCERT പാഠപുസ്തകത്തിൽ സംഘപരിവാറുകാർ ഇതുവരെ ആഗ്രഹിച്ചിരുന്നത് പോലെ ഒരു വാചകമല്ല, ഒരു വിശേഷണമല്ല, ഒരു നിർവചനമല്ല ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടത്.
അതാണ് കാതലായ വിഷയം. എനിക്ക് തോന്നുന്നു ഡോക്ടർക്ക് പരിമിതികൾ ഉണ്ടാകും അത്രയും വെട്ടിത്തുറന്ന് പറയാനെന്ന്. ശരി, ഇവിടെ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഡോക്ടർ ശ്രദ്ധിച്ചല്ലോ. 100 ഇപ്പം അങ്ങും പറയുകയുണ്ടായി അവിടേക്ക് ഇപ്പം ഇനി പുതിയ സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇസ്ലാം മതവിശ്വാസികളെന്ന്. ഷാബു പ്രസാദും പറയുന്നത് കേട്ടു, 100 കൊല്ലമായി ഒരാളും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന്. അതാണോ അതിൻ്റെ വാസ്തവം? അങ്ങനെയെങ്കിൽ ഈ പറയുന്ന ആരാധനയൊക്കെ നടക്കുന്ന ഗ്യാൻവാബിയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് മറ്റൊരു നിലപാടെടുക്കേണ്ടി വരുമല്ലോ. ഇതാണ് ഇവരുടെ വാദഗതിയെങ്കിൽ. അപ്പോൾ ആരാധനയുണ്ടോ ഇല്ലയോ എന്നതല്ല വിഷയം, ഇതിൻ്റെ ഉത്ഭവം എവിടെയാണ്, അത് ഏത് വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്, അതുകൊണ്ട് അതിൻ്റെ ഉടമസ്ഥത നിശ്ചയിക്കപ്പെടണം എന്ന നിർബന്ധ ബുദ്ധിയാണ് ഈ കൂട്ടർക്കുള്ളത്. മാത്രവുമല്ല, ഈ പറയുന്ന അയോധ്യ തർക്കവുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ സുപ്രീം കോടതി എടുത്തിരിക്കുന്ന ഒരു നിർണായകമായൊരു നിലപാട് കൂടി ഉണ്ടല്ലോ. ഈ മത കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട തർക്ക വിതർക്കങ്ങൾ ഇനി ഒന്നും പാടില്ല. എന്താണോ നാം സ്വാതന്ത്ര്യാനന്തരം എടുത്തിരിക്കുന്ന ആ ഘട്ടത്തിലെടുത്ത നിലപാട് അത് തുടരേണ്ടതുണ്ട്, ഈ അയോധ്യ ബാബറി മസ്ജിദ് തർക്കം വിഷയം ഒഴിച്ച്, അല്ലേ? ഇതൊന്നും ഇവർ ഉൾക്കൊള്ളുന്നില്ലല്ലോ ഡോക്ടർ. ഇല്ല, പ്രൊട്ടക്ഷൻ ഓഫ് ദി ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് ആൻഡ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് എന്ന് പറഞ്ഞിട്ട്, പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് എന്നാണ് പറയുന്നത്. ആ ആക്ട് അനുസരിച്ചിട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയ ആ ഡേറ്റ് തൊട്ടിട്ട് ബാബരി മസ്ജിദ് മാത്രം ഒരു വിവാദമാണ്. ബാക്കി ഇനി ഒരു ക്ഷേത്രമോ പള്ളിയോ വിവാദത്തിന് ഇരയാവാൻ പാടില്ല, അത് വിവാദമായിട്ട് കോടതിയിലുള്ള വരാൻ പാടില്ല എന്നൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിനിപ്പോൾ ഇവർ അംഗീകരിക്കുന്നില്ല. അതിന് ഇവരിപ്പോൾ അങ്ങ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കോൺഗ്രസ് ഗവൺമെൻറ് കാലത്ത് ആണ് എടുത്തത്, അത് ഞങ്ങൾ അന്ന് തന്നെ ഞങ്ങളുടെ പ്രതിഷേധം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത് സുപ്രീം കോടതി അംഗീകരിച്ച് കഴിഞ്ഞതായിട്ട് ഈ ഡോക്യുമെന്റിലുണ്ട്. അപ്പോൾ ഈ കൃഷ്ണ ജന്മഭൂമി ബഹളവും അല്ലെങ്കിൽ കാശി വിശ്വനാഥ ക്ഷേത്ര ബഹളവും ഒക്കെ അത് പ്രോബ്ലി ചിലപ്പോൾ സബ്ജുഡീസ് ആയിരിക്കും. പക്ഷെ എന്താ നമ്മൾ കാണുന്നത് വെച്ചാൽ കീഴ്ക്കോടതികൾ അത് എടുക്കുന്നുണ്ടല്ലോ. കീഴ്ക്കോടതികൾ താഴത്തെടുക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ അല്ല, അങ്ങനെ മാത്രം പറഞ്ഞു പോകരുത്. ഈ കീഴ്ക്കോടതി ഇതെടുത്ത് ഗ്യാൻവാബിയുടെ കാര്യം എടുത്താൽ കീഴ്ക്കോടതിയിൽ ഇത്രയും അതിദ്രുത നിലപാടുകൾ എടുത്ത അവിടുത്തെ ന്യായാധിപൻ പിന്നീട് എങ്ങനെയാണ് ഏത് സർക്കാരിൻ്റെ പദവി ചുമതലയിലേക്കാണ് പോകുന്നത് എന്ന് വെച്ചാൽ മറ്റൊരു വിദ്യാഭ്യാസ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ലോകായുക്ത പോലെ ഒരു ചുമതലയിലേക്കാണ് ആ ന്യായാധിപൻ പോകുന്നത്. ഇപ്പോൾ ഇത് സർവ്വസമ്മതമായ വിധിയാണെന്നാണല്ലോ പറയുന്നത്. ഈ രാമജന്മഭൂമി അയോധ്യ വിധി 2019 അതിൽ ഈ പറയുന്ന വിധിന്യായം പുറപ്പെടുവിച്ചവർ പിന്നീട് സർക്കാർ അനുവദിക്കുന്ന ഏതൊക്കെ സ്ഥലങ്ങളിൽ ഏതൊക്കെ പദവികൾ ഇരുന്നിട്ടുണ്ട്, ഗവർണർ ഉൾപ്പെടെയുള്ള പദവികൾ ഇരുന്നിട്ടുണ്ട് എന്നതും നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമല്ലേ ഡോക്ടർ ഫസൽ ഗഫൂർ? അത് തീർച്ചയായിട്ടും ഒരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, നിങ്ങൾ 1990 ഞാനൊരിക്കൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഗവൺമെന്റിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ചീഫ് ജസ്റ്റിസുമാരും സുപ്രീം കോടതി ഡിസ്ട്രിക്ട് ജഡ്ജിമാരും, അത് ബാബരി മസ്ജിദായിട്ടല്ല ഗവൺമെന്റായിട്ട് ഇവരായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല, അവർ ഓഫീസേഴ്സ് ഓഫ് പ്രോഫിറ്റ് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതിന് എന്നെ കോടതി അലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് ആന്ധ്ര ഹൈക്കോടതിയിൽ വിളിപ്പിച്ചു, ശാസിച്ചു. അത് അങ്ങനെ ഒരു നിയമമില്ല. ജഡ്ജിമാർ റിട്ടയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പാർലമെന്റിലോട്ട് പോവുകയോ അല്ലെങ്കിൽ അതുമായിട്ടുള്ള കമ്മീഷൻ എൻക്വയറി ഇതിൽ വരികയോ ചെയർമാൻമാരായിട്ട് വരികയോ ഒക്കെ ചെയ്യുന്നത്. അതിപ്പോൾ നിങ്ങൾ പറഞ്ഞു പറഞ്ഞനുസരിച്ചിട്ട് MP-മാരാവുന്നു, ഗവർണർ. ഇപ്പൊ എനിക്ക് അബ്ദുൽ നസീർ ഗവർണർ അല്ലേ? ജസ്റ്റിസ് അബ്ദുൽ നസീർ ഈ ചന്ദ്രബാബു നായിഡു സത്യവാചകം ചൊല്ലിക്കൊടുത്ത ഗവർണർ, മനസ്സിലായില്ല? അതേമാതിരി തന്നെ കറക്റ്റ്, യെസ്, അത് തന്നെ. അപ്പോൾ ആ ഗവർണർ രഞ്ജൻ ഗൊഗോയ്ക്ക് ഉടനെ തന്നെ അദ്ദേഹത്തിന് ഇത് കൊടുത്തില്ലേ, മറ്റേ നോമിനേറ്റഡ് പോസ്റ്റ് കൊടുത്തല്ലോ. അപ്പോൾ ആ ഇന്ത്യൻ നമ്മുടെ ന്യായപീഠങ്ങളൊക്കെ എത്രത്തോളം സ്വതന്ത്രമാണ് എന്നുള്ളത് ഒരു വേറെ വിഷയമാണ്. മാത്രമല്ല, ഈ ഗൊഗോയ് അടക്കം 5 ന്യായാധിപന്മാരാണ് സുപ്രീം കോടതിയുടെ ഉമ്മറത്തിരുന്നുകൊണ്ട് വലിയ പ്രതിഷേധം പുറപ്പെടുവിച്ചത്. അതിൽ 2 പേരേ ഉള്ളൂ തുടർന്നുള്ള ഒരു ചുമതലകളിലേക്കും പോകില്ല എന്ന നിലപാടെടുത്തത്. അതിലൊന്ന് ഈ ചെലമേശ്വറാണ്, മറ്റൊന്ന് മലയാളിയായ ജസ്റ്റിസ് കുര്യൻ ജോസഫുമാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം.